സർവേയർ രാമദാസിനെ രണ്ടാമതും വിജിലൻസ് പിടികൂടി. ആദ്യം ഒരു ട്രാപ്പ് കേസിലെ പ്രതിയായ വ്യക്തിയായിരുന്നു 2016. ഇപ്പൊ രണ്ടാമത് അതിൽ ജാമ്യത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പൊ രണ്ടാമതും PC രാമദാസിനെ വിജിലൻസ് പിടികൂടിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് തെങ്കര പഞ്ചായത്തിലെ ആനമൂളിയിലെ സ്വകാര്യ വ്യക്തിയുടെ 10 സെന്റ് സ്ഥലം തരം മാറ്റാനായിട്ടാണ് സർവേയറെ സമീപിച്ചത്. സർവേയർ വന്ന് അളന്നു. 10 സെന്റ് സ്ഥലമില്ലേ, അതിപ്പം കരഭൂമി ആയില്ലേ, 75,000 രൂപ ഉണ്ടെങ്കിൽ ഇത് തരം മാറ്റി തരുള്ളൂ എന്ന് ഡിമാൻഡ് വെച്ചു. ആ സ്ഥലത്തിന്റെ പകുതിയോളം പൈസ തന്നെ. 75,000 രൂപ എങ്ങനെ കൊടുക്കും? ഏതായാലും ഉടമസ്ഥൻ ഇദ്ദേഹമായിട്ട് ഒരു മാരത്തോൺ ചർച്ച. അത്രയും തരാൻ പൈസയില്ല പറഞ്ഞ് ഒരു കൺസെഷൻ കാണിച്ചു രാമദാസ്. 40,000 രൂപയ്ക്ക് സമ്മതിച്ചു. ഇത്രയും വലിയൊരു കൈക്കൂലി ഡിമാൻഡ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. സാധാരണക്കാരുടെ അടുത്താണ് ഇത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിക്കാരുടെ അടുത്താണ് ചോദിക്കുന്നത്. 75,000 ചോദിച്ചെന്ന് അദ്ദേഹത്തിന് ഒരു സഹാനുഭൂതി തോന്നിയിട്ടാണ് 40,000 വന്നത്. ഏതായാലും PC രാമദാസ് 40,000 രൂപ മതി എന്ന് ഒരു കൺസെഷൻ റേറ്റ് കൊടുത്തു. ഏതായാലും ഉടമസ്ഥൻ ആനമൂളിയിലെ ആ സ്വകാര്യ വ്യക്തി വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് DYSP കൃത്യമായി അതൊരു ട്രാപ്പിലേക്ക് കൊണ്ടുവന്നു. പാലക്കാട് വിജിലൻസ് DYSP ദേവദാസിനെയും ഇൻസ്പെക്ടർ മിഥുനെയും ആ സംഘത്തെയൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കൈക്കൂലിക്കാരന്മാരെ പിടിച്ചേ പറ്റുള്ളൂ. സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പാവപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ പണം കൊടുക്കാതെ ഒന്നും ഒരു കാര്യവും നീങ്ങാതെ ആയി കേരളത്തിൽ. എത്രയോ വർഷമായിട്ട് നമ്മൾ ഇത് സഹിക്കുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ചെന്ന് വളരെ ചുരുക്കം ചില ജീവനക്കാർ മാത്രമേ കൈക്കൂലിക്ക് വാങ്ങാതെ അതിന് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം, അല്ലെങ്കിൽ ഒരു കുപ്പി കള്ളെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ചാരായം കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യം കൊടുത്തിട്ടാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. നമുക്കിതൊരു സമൂല പരിവർത്തനം വന്നേ പറ്റുള്ളൂ. കൈക്കൂലി ഇപ്പൊ 75,000 രൂപയാണ് 10 സെന്റ് സ്ഥലം തരം മാറ്റുന്നതിന് ചോദിച്ചിരിക്കുന്നത്. അത് 40,000 വന്നത് അങ്ങേരുടെ ഭാഗ്യം. ഏതായാലും ദേവദാസും മിഥുനും നല്ല ട്രാപ്പാണ് ചെയ്തിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ആ വിജിലൻസ് ട്രൂപ്പിനെ മുഴുവൻ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. വിജിലൻസ് ഡയറക്ടർക്കും കൊടുക്കാം ഒരു അഭിനന്ദനം നമുക്ക്. കാരണം ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചേ പറ്റുള്ളൂ പൊതുജനങ്ങൾക്ക് വേണ്ടി. കാരണം ഈ മാന്യന് 2016 ഇതുപോലൊരു ട്രാപ്പിലായ വ്യക്തിയാണ്. അത് നമ്മൾ മറക്കരുത്. അന്ന് ട്രാപ്പിലായി വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ നിൽക്കുന്ന സമയമാണ്. സർക്കാരിന്റെ കാല് പിടിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് സർവീസിൽ കയറി. പിന്നെയും അന്നത്തെ ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം കടം വന്നിട്ടുണ്ടാവും. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പിടിക്കാൻ അവസരം കൊടുക്കരുത്. അത് ശരിയല്ല. പിടിച്ചു പോയാൽ കോടതിയുടെ വലിയ ശിക്ഷ വാങ്ങിച്ചു കിട്ടും. നമുക്കറിയാം കൈക്കൂലി വാങ്ങുന്നതെല്ലാം 13 PC ആക്ട് അല്ലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 13(1) പ്രകാരം തന്നെയാണ്. കൈക്കൂലി കൊടുത്താൽ ട്രാപ്പെല്ലാം 13(1) പ്രകാരം. പക്ഷെ ശിക്ഷ അതിൻ്റെ 13(2) പ്രകാരമാണ്. അത് 4 വർഷം മുതൽ 10 വർഷം വരെ. ഇത് ഒരിക്കലും ഒരു PC ആക്ടിന്റെ അല്ലെങ്കിൽ ഒരു കൈക്കൂലി കേസിൽ പിടിച്ച് ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തി വീണ്ടും അതേ കൈക്കൂലി കേസിൽ പിടിച്ചെന്ന് പറഞ്ഞ് ആ റിമാൻഡ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജാമ്യം കിട്ടാതെ കുറെ നാൾ കിടന്നിട്ടേ വെളിയിൽ ഇറങ്ങാൻ ഒക്കുള്ളൂ. രാമദാസിന്റെ യോഗം അതാണ്. ഇപ്പൊ രണ്ടാമത്തെ പിടുത്തത്തോടുകൂടി രാമദാസ് ജാമ്യം കിട്ടാതെ കോടതി ഒന്നുകൂടെ ആലോചിക്കും. ഒരിക്കൽ പിടിച്ചു, ജാമ്യത്തിൽ നിന്നു, അതിന്റെ ട്രയൽ നടക്കാൻ പോവുകയാണ്. ആ വ്യക്തി ഇതാ വീണ്ടും കൈക്കൂലി വാങ്ങിച്ച് വീണ്ടും ട്രാപ്പിലായിരിക്കുന്നു. ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, ശിക്ഷയും കിട്ടും. ഇനി ഈ കേസിന്റെ ശിക്ഷ തീർച്ചയായിട്ടും കുറച്ച് കഠിനമായിരിക്കും. കാരണം 3 വർഷം ഒക്കെ ശിക്ഷിച്ചാലേ നമുക്ക് ആ വിജിലൻസ് കോടതിയും തന്നെ ജാമ്യം എടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയി നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് തൽക്കാലം ടെമ്പററി ആയിട്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് സർവീസിലോട്ടൊക്കെ കയറാം. കുറച്ച് ആളുടെ റിട്ടയർമെന്റ് വരെ പോകാം. പക്ഷെ അങ്ങനെ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി വീണ്ടും 40,000 രൂപയ്ക്കാണ് ഇപ്പം വീണ്ടും പിടിയിലായിരിക്കുന്നത്. അതെന്തായാലും വളരെ ഫെയ്റ്റിലായിപ്പോയി.
രാമദാസിന് ഇനി ജാമ്യം കിട്ടാനും തന്നെ ബുദ്ധിമുട്ട്. അതും കുറേ ദിവസം കിടക്കും. അത് ഹൈക്കോടതിയിലൊക്കെ പോയി കറങ്ങി കാശൊക്കെ ചിലവാക്കി വേണം ഇനി. കാരണം 90 ദിവസത്തിനകം മിക്കവാറും വിജിലൻസ് ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യോഗം 10 വർഷം കിടക്കാനാണെന്ന് തോന്നുന്നു. അതിനകത്ത് മോചനമില്ല. രാമദാസിനെ പോലെ ഇതുപോലെ ചിന്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് ഒരിക്കൽ പിടിച്ചതാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് ഒരിക്കലും പോകരുത്. കാരണം ആ കുടുംബത്തിനും ആ വ്യക്തിക്കും ഒക്കെ വലിയ നാശനഷ്ടം ഉണ്ടാക്കും. കാരണം വർഷക്കണക്ക്, കാരണം കോടതിയോ അല്ലെങ്കിൽ അത് ഗവൺമെന്റോ ഒരു കൺസെഷനും കാണിക്കില്ല. കാരണം 3 വർഷം മതി, പക്ഷേ 10 വർഷം വരെ കിട്ടാം. മാക്സിമം ശിക്ഷ കൊടുക്കണമെങ്കിൽ 10 വർഷത്തേക്ക് പോകും. ഒരു ജീവപര്യന്തത്തിന്റെ ഏകദേശം അത്രത്തോളം കാലം നമ്മൾ ജയിലിൽ കിടക്കണം. ഏതായാലും ചെയ്ത പ്രവൃത്തി കുറെ കട്ടിയായിപ്പോയി. രണ്ടാമതും പിടിക്കപ്പെടുകയും ചെയ്തു. അത് തന്നെയല്ല, ആ കേസിനകത്ത് സാക്ഷികളും വളരെ സ്ട്രോങ് ആവും. കാരണം വിജിലൻസിന് അറിയാം 2016 ഇയാളെ പിടിച്ച് ഇയാളുടെ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഒരു വിജിലൻസ് കേസിനകത്ത് പിടി വീണിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അയാൾ റിട്ടയർ ചെയ്യുന്നിടം വരെ വിജിലൻസ് അയാളുടെ പുറകെ നടക്കും. കാരണം ആ പണം ഒക്കെ തിരിച്ചു പിടിക്കാനും നഷ്ടപ്പെട്ട പണം തിരിച്ചുണ്ടാക്കാനും വീണ്ടും കൈക്കൂലി വാങ്ങാതെ പറ്റില്ല, വേറെ മാർഗമില്ല. ആ ഒറ്റ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. രാമദാസിനെ പോലെയുള്ളവർക്ക് പണം ഉണ്ടാക്കാൻ വേറെ മാർഗമൊന്നും അറിയത്തില്ല. പൊതുജനങ്ങളുടെ പൈസ വാങ്ങിക്കണം, അത് വലിയ നിർബന്ധമാണ്. അത് എന്നാ ശിക്ഷ, എത്ര കേസുണ്ടായാലും വീണ്ടും കൈ നീട്ടി രഹസ്യമായിട്ട് വാങ്ങിക്കും. ഇത് ഇയാള് തെങ്കര പഞ്ചായത്ത് ആനമൂളിയിലെ അയാളുടെ ആ സ്ഥലത്തിന്റെ അവിടെ വെച്ച് തന്നെയാണ് പൈസ വാങ്ങിച്ചത്. അദ്ദേഹം 40,000 രൂപയും വാങ്ങിച്ച് പിടിയും വീണു. ഏതായാലും ഇതൊരു പാഠമാകട്ടെ. കൈക്കൂലി വാങ്ങുന്നവർ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിക്കണം. വലിയ വലിയ കാറുകളൊക്കെ വാങ്ങിച്ച് വലിയ വലിയ ബാറിലൊക്കെ പോയിരുന്ന് അടിച്ച് ഫിറ്റായി അങ്ങനത്തെ ആ സ്വഭാവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൽ നിന്ന് പിന്മാറണം. കാരണം ജയിലാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ജയിലിലേക്ക് തന്നെ നിങ്ങൾ പോവുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.